മണികർണിക ഘാട്ടിലേക്ക് എത്തുമ്പോൾ മണികർണിക ഘാട്ടിൽ ആദ്യം വിറകുകൾ കൂട്ടിയിട്ടിരിക്കുന്ന ഒരു ഗലി. ഒരു വശത്ത് നമുക്ക് കാശി വിശ്വനാഥ ക്ഷേത്രത്തിലേക്കുള്ള വഴികൾ കാണാം. മരണം എന്നത് ഭയമോ തളർത്തുന്ന ഒന്നോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ളൊരു ജീവിതാവസ്ഥകളിലൊക്കെ നിൽക്കുന്ന കാലഘട്ടം കഴിഞ്ഞ് തൊട്ടടുത്തൊരു കാലഘട്ടത്തിലാണ് അവിടേക്ക് പോകുന്നത്, കാശിയിലേക്ക്. പെട്ടെന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ 4 പേരെ ശവം കൊണ്ടുവരുന്നതാണ്, ശവമഞ്ചം. അപ്പോൾ ഒരു ശവമാണ് തൊട്ടരികിലൂടെ കടന്നു പോകുന്നത് എന്ന് ഒരു നിമിഷം നോക്കുമ്പോൾ ശരീരം ഒന്ന് വിറങ്ങലിച്ചു പോകും. ഇവിടുത്തെ ഓരോ മൃതശരീരങ്ങളും ശിവനിലേക്ക് ലയിക്കുവാനുള്ള ശക്തികളാണ്. ശരീരവും മനസ്സും എല്ലാം ഉപേക്ഷിക്കപ്പെട്ടു. പക്ഷേ ആ ആത്മാവിൻ്റെ ചെവിയിൽ മഹാദേവൻ താരകമന്ത്രം ഓതുന്നുണ്ട്. അതിന് സാക്ഷിയായി സാക്ഷാൽ അംബിക നിൽക്കുന്നുണ്ട്. പെട്ടെന്ന് ഒരു നിമിഷം ആ ശവശരീരങ്ങൾ നോക്കി നിൽക്കുമ്പോൾ നമുക്ക് തോന്നും, അതെ, മഹാദേവൻ്റെ സാന്നിധ്യം അവിടെയുണ്ട്. ഒരു വലിയ പാഠശാലയാണ് കാശി. കാശിയിൽ 1-2 ദിവസങ്ങൾ, ഒരുപക്ഷെ ഒരു ജീവിതം മുഴുവനും പഠിച്ചാൽ തീരാത്ത, മനസ്സിലാക്കാനാകാത്ത വലിയ തത്വങ്ങളെ ചില നിമിഷങ്ങൾ കൊണ്ട് നമുക്ക് മനസ്സിലാക്കാം. അതിലും പ്രധാനപ്പെട്ടൊരിടം മണികർണിക ഘാട്ട്. മണികർണിക ഘാട്ടിലേക്ക് ആദ്യം പോയ ദിവസം വിശ്വനാഥ ക്ഷേത്രത്തിലെ ഗലികളിലേക്ക് സഞ്ചരിക്കുമ്പോഴാണ്. ഗലികളും മണികർണിക ഘാട്ടിലേക്കുള്ള ഗലികളും ഒന്ന് തന്നെയാണ്. വല്ലാതെ സംശയമുണ്ടാക്കുന്ന, എപ്പോഴും ഒരു ആശയക്കുഴപ്പം ഉണ്ടാക്കുന്ന രീതിയിലാണ് ആ വഴികൾ ഉണ്ടാവുക. ഈ വഴിയിലേക്കാണോ പോകേണ്ടത്, അതോ മറ്റൊരു വഴിയിലാണോ, ഇങ്ങനെയൊന്നും നമ്മൾ ശങ്കിച്ചു പോകും. ഏതായാലും ഇടുങ്ങിയ ഗലികളിലൂടെ നടന്ന് പോകുമ്പോൾ മണികർണിക ഘാട്ടിലേക്കുള്ള വഴികൾ എന്നുള്ള സൂചനകൾ ചിലയിടത്ത് കാണാം, ചിലയിടത്ത് കാണില്ല. എപ്പോഴും നമുക്കൊരു സംശയം തോന്നും, ഇത് തന്നെയാണോ. പക്ഷേ അവിടെ എല്ലാ ഗലികളും ചെന്നെത്തുക ഗംഗയിലേക്കായതുകൊണ്ട് ഒരു ഭയം തോന്നേണ്ട കാര്യമില്ല. എങ്ങനെ നടന്നാലും ഗംഗയിലേക്ക് എത്തുമല്ലോ. മണികർണിക ഘാട്ട്, ശ്മശാനം. ആദ്യമായിട്ട് ശ്മശാനം കാണുകയാണ്. അതായത് മണികർണിക ഘാട്ട് എന്ന് പറയുന്നത് ശ്മശാന ഘാട്ടാണെന്ന് അറിയാം. അതിന് മുന്നേ ശ്മശാനങ്ങളിലേക്ക്, പൊതുവിൽ നമ്മുടെ കേരളത്തിൽ സ്ത്രീകൾക്ക് ശ്മശാനങ്ങളിലേക്ക് പോകാൻ അനുവാദമില്ലാത്തതുകൊണ്ട് പോയിട്ടില്ല. മാത്രമല്ല, മരണം എന്നത് ഭയമോ തളർത്തുന്ന ഒന്നോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ളൊരു ജീവിതാവസ്ഥകളിലൊക്കെ നിൽക്കുന്ന കാലഘട്ടം കഴിഞ്ഞ് തൊട്ടടുത്തൊരു കാലഘട്ടത്തിലാണ് അവിടേക്ക് പോകുന്നത്, കാശിയിലേക്ക്. നടന്ന് കുറച്ച് ദൂരം മുന്നിലേക്ക് പോകുമ്പോൾ തന്നെ പിന്നിൽ നിന്നൊരു ശബ്ദം കേൾക്കാം, രാം നാം സത്യഹേ, രാം നാം സത്യഹേ. ഒരു ആഘോഷത്തിൻ്റെ ആരവത്തിൻ്റെ ഒക്കെ രീതി. പെട്ടെന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ 4 പേരെ ശവം കൊണ്ടുവരുന്നതാണ്, ശവമഞ്ചം. അപ്പോൾ ഒരു ശവമാണ് തൊട്ടരികിലൂടെ കടന്നു പോകുന്നത് എന്ന് ഒരു നിമിഷം നോക്കുമ്പോൾ ശരീരം ഒന്ന് വിറങ്ങലിച്ചു പോകും. കാലുകൾ മുന്നോട്ട് സഞ്ചരിക്കുന്നില്ലാത്ത പോലെ തോന്നും. എങ്കിലും രാം നാം സത്യഹേ എന്ന് പറയുമ്പോൾ രാം 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 എന്ന ശബ്ദം, ഇരുട്ട്, ഭയം മായണം, അത് തന്നെയാണ് വേണ്ടത് എന്നുള്ളൊരു തോന്നൽ പെട്ടെന്നുള്ളിൽ വരികയും മുന്നോട്ട് നടക്കുകയും ചെയ്യും. ഇങ്ങനെ നടന്ന് ഒടുവിൽ മണികർണിക ഘാട്ടിലേക്ക് എത്തുമ്പോൾ മണികർണിക ഘാട്ടിൽ ആദ്യം വിറകുകൾ കൂട്ടിയിട്ടിരിക്കുന്ന ഒരു ഗലി. ഒരു വശത്ത് നമുക്ക് കാശി വിശ്വനാഥ ക്ഷേത്രത്തിലേക്കുള്ള വഴികൾ കാണാം. അവിടുത്തെ ആ വളരെ പഴക്കം ചെന്ന ആ മതിലുകളൊക്കെ കാണാം. ഈ ഒരു വശത്തൂടെ മറുവശത്തൂടെ നടക്കുമ്പോഴാണ് വിറകുകളൊക്കെ കൂട്ടിയിട്ടിരിക്കുന്ന ശ്മശാനത്തിൻ്റെ വഴികൾ. അവിടെ നിന്ന് മെല്ലെ താഴേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ പുഴയുടെ ഒരു ശബ്ദവും പുഴയുടെ ഒരു ഭാവവും ഒക്കെ കാണാം. എന്നാൽ മറുവശത്തായിട്ട് അഗ്നികുണ്ഡങ്ങളിൽ ആദ്യം മനസ്സിലാവുള്ളൂ. പിന്നീട് പുഴയുടെ ആ തീരത്തേക്ക് ഇറങ്ങി ചെന്ന് നോക്കുമ്പോഴാണ് അതൊക്കെയും ശവശരീരങ്ങൾ ദഹിപ്പിക്കുന്നതാണ് എന്ന് മനസ്സിലാകുന്നത്. ആദ്യം കുറച്ചു നേരം ദൂരെ നിന്ന് നോക്കിക്കൊണ്ടേയിരുന്നു. കാരണം അടുത്തേക്ക് ചെല്ലാൻ, ആ ശവശരീരങ്ങളാണ് ദഹിപ്പിക്കുന്നത് എന്നുള്ളത് കൊണ്ട് അടുത്തേക്ക് ചെല്ലുവാൻ മെല്ലെ ഒരു മടി തോന്നി തുടങ്ങി. പക്ഷേ പിന്നീടാണ് കാശി എന്ന വിശേഷത്തെക്കുറിച്ച് ഒരല്പ ദിവസങ്ങൾക്ക് മുന്നേ മനസ്സിലാക്കിയ കാര്യങ്ങൾ, അതായത് അനാഗരികയിൽ നിന്ന് മനസ്സിലാക്കിയ കാര്യങ്ങളൊക്കെ മനസ്സിലേക്ക് വരാൻ തുടങ്ങിയത്. അനാഗരിക പറയുകയുണ്ടായി, ഇവിടുത്തെ ഓരോ മൃതശരീരങ്ങളും ശിവനിലേക്ക് ലയിക്കുവാനുള്ള ശക്തികളാണ്. ശരീരവും മനസ്സും എല്ലാം ഉപേക്ഷിക്കപ്പെട്ടു. പക്ഷേ ആ ആത്മാവിൻ്റെ ചെവിയിൽ മഹാദേവൻ താരകമന്ത്രം ഓതുന്നുണ്ട്. അതിന് സാക്ഷിയായി സാക്ഷാൽ അംബിക നിൽക്കുന്നുണ്ട്. പെട്ടെന്ന് ഒരു നിമിഷം ആ ശവശരീരങ്ങൾ നോക്കി നിൽക്കുമ്പോൾ നമുക്ക് തോന്നും, അതെ, മഹാദേവൻ്റെ സാന്നിധ്യം അവിടെയുണ്ട്. അപ്പോൾ നമുക്ക് ഒന്നുകൂടി ധൈര്യം വരും. മെല്ലെ മുന്നോട്ട് നടക്കും. അത് കഴിഞ്ഞ് ഒരു ശവശരീരം ദഹിപ്പിക്കുന്നതിന് തൊട്ടരികിലായിട്ട് കുറച്ച് നേരം അങ്ങനെ ഇരിക്കാനുള്ളൊരു ധൈര്യം. അങ്ങനെ ഇരിക്കുമ്പോൾ അവിടെ നിന്ന് പറന്നു വരുന്ന പെട്ടെന്നൊരു കാറ്റിൽ ആ അഗ്നിയെ കൊണ്ട് നിന്ന് പറന്നു വരുന്ന തീപ്പൊരി നമ്മുടെ ശരീരത്തിലേക്ക് സ്പർശിച്ച് കടന്നുപോയി. പെട്ടെന്നൊരു ചിന്ത മനസ്സിൽ വന്നു, അവിടെ ഒരു ശരീരത്തിനെ അഗ്നി സ്പർശിക്കുകയാണ്, ഇവിടെ എൻ്റെ ശരീരത്തെയും അഗ്നി സ്പർശിക്കുകയാണ്. പക്ഷേ ഈ അഗ്നിയും ആ അഗ്നിയും സ്പർശിക്കുമ്പോൾ ഉണ്ടാകുന്ന ഭാവങ്ങൾ വ്യത്യസ്തമാണ്. അപ്പോൾ ജീവൻ എന്നത്, സത്ത് എന്നത് എത്ര പ്രധാനപ്പെട്ടതാണ്. സത്ത് പോകുമ്പോഴാണല്ലോ ഈ അവസ്ഥ പൂർണ്ണമായും അഗ്നിക്ക്. പക്ഷേ അങ്ങനെ ഒരു സത്ത് പോകുന്ന അവസ്ഥയിലാണെങ്കിൽ പോലും മണികർണിക ഘാട്ടിൽ അതുപോലും ആത്മീയതയുടെ ഉണർന്ന വൈതരണി കടക്കുവാനുള്ള മഹാമന്ത്രങ്ങളിലേക്കുള്ള ഒരു പ്രാപ്തിയായി മാറുന്നു. അപ്പോൾ മരണം എന്നത് ഒട്ടും ഭയക്കേണ്ട ഒന്നല്ല എന്നൊരു തോന്നൽ. ഏറ്റവും രസകരമായ മറ്റൊരു യാത്ര തുടങ്ങാനിരിക്കുന്നതേയുള്ളൂ.
ഈ ജീവിതം ഇങ്ങനെയൊക്കെ നമ്മൾ കടന്നു പോകും. ചിലപ്പോഴൊക്കെ ദുഃഖിച്ചും, ചിലപ്പോഴൊക്കെ ഒറ്റപ്പെട്ടും, മറ്റു പലപ്പോഴും സന്തോഷിച്ചും, കിട്ടുന്ന അറിവുകളിൽ ഉത്സാഹിച്ചും, യാത്രകൾ ചെയ്തും, അങ്ങനെ ഭാരതീയ സംസ്കാരം പ്രത്യേകിച്ച് നമ്മളെ എന്നും ഉത്സാഹഭരിതമാക്കുന്ന ഒരുപാട് അറിവുകളുടെ ഒരു സമ്മേളന ഭൂമിയാണ്. അപ്പോൾ ഇങ്ങനെ ഈ ശരീരം, മനസ്സ് ജീവനുള്ള കാലത്ത് സഞ്ചരിക്കുന്നു. ഇനി മരിച്ചു കഴിഞ്ഞാലും നമുക്ക് അറിഞ്ഞുകൂടാത്ത അതിഗംഭീരമായൊരു യാത്രയാണല്ലോ അത്. എപ്പോഴും ആനന്ദം മാത്രം നൽകുന്ന, നമുക്കില്ലാത്തതിനെക്കുറിച്ച് ദുഃഖിച്ചുകൊണ്ടേ ഇരിക്കേണ്ടാത്ത ഒരു യാത്ര. അവിടെ നമുക്ക് വഴിതെളിക്കുവാൻ, നമുക്ക് വേണ്ടുന്ന വഴി പറഞ്ഞു തരുവാൻ, മന്ത്രം പറഞ്ഞു തരാൻ മഹാദേവനും ശ്രീ പാർവതിയുമുണ്ട് എന്ന ധാരണ മണികർണിക ഘാട്ടിൽ വെച്ച് കിട്ടിയ നിമിഷം, ആ നിമിഷത്തിൽ ശരിക്കും മൃത്യുവിനെ ജയിക്കുകയായിരുന്നു. എങ്ങനെയാണ് മൃത്യുവിനെ ജയിക്കുന്നതെന്നല്ലേ? മൃത്യു എന്ന ഭയം, മരണം എന്ന ഭയം ജീവിതത്തിൽ നിന്ന് അകന്നു പോവുകയായിരുന്നു. ആ നിമിഷം മനസ്സിലാക്കി ഈ ജീവിതവും ആനന്ദമാണ്, ജീവിതത്തിനപ്പുറം മരണമെന്ന വാതിലിനപ്പുറവും ആനന്ദമാണ്. അങ്ങനെ ഒരു പാഠം ആദ്യം പഠിപ്പിച്ച പാഠശാല മണികർണിക ഘാട്ട്. മോക്ഷ, journey to the self.